ലാസ്റ്റ് ടൈം നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ടാറിംഗ് ഒന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ. മേളിലത്തെ ആ 2 വീടുകളാണ് പരസ്യം ചേർന്നത്. 2 സോൾഡായി. നമുക്കിതാ ഈ വീട് അവൈലബിൾ ആയിട്ടുണ്ട്. 5 സെൻറ്റിൽ 2050 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല രസമുള്ള ഭംഗിയുള്ള ഒരു വില്ലയാണ് വിൽപ്പനയ്ക്കുള്ളത്. നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് പോത്തങ്കോട് ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ച് ഒരു 700 മീറ്റർ മാറിയാണ്. പോത്തങ്കോട് നിന്ന് മംഗലപുരം റോട്ടിലേക്ക് വരുമ്പോൾ LP സ്കൂളിൻ്റെ അടുത്തൂടെ കാണുന്ന വഴിയെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാവുന്നതാണ്. ഇനി അതല്ല, നമ്മൾ കുറച്ചുകൂടെ മുന്നിലേക്ക് പോയി ഒരു യൂണിയൻ ബാങ്ക് കഴിഞ്ഞിട്ട് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാം. അകത്തേക്ക് ഇതുപോലെ നല്ല വീതിയുള്ള ഇന്റേണൽ റോഡ് ടാർ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. അതിനകത്താണ് ഈ വീട് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ. ഇനി ഇതല്ല, ഇൻ കേസ് ഇത് മിസ്സാവണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വീടും വിൽപ്പനയ്ക്കുള്ളതാണ്. അത് വന്നിട്ട് ഈ സ്പേസിംഗ് ആയിട്ടുള്ള വീടാണ്. നമുക്ക് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. 5 സെൻറ്റ് സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്കിതിന് ചുറ്റും അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട്. നമ്മൾ മേളത്തെ വീടുകളൊക്കെ 4 സെൻറ്റ് 4.5 സെൻറ്റ് ആ റേഞ്ചായിരുന്നു. ഇതിന് ഇവിടെ കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. അത് പോയിട്ട് ഇവിടെ നോക്കി അത്യാവശ്യം നല്ല വീതിക്ക് തന്നെ ബാക്ക് ടു ബാക്കായിട്ട് 2 വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം മുൻവശത്ത് കിട്ടുന്നുണ്ട്. അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. അവിടെ കാറ് പാർക്ക് ചെയ്ത് നമ്മുടെ വരാന്ത സ്പേസ് വഴി കയറി വരുമ്പോഴത്തേക്കും മുൻവശത്തുള്ള വാതിൽ കട്ടളെല്ലാം നോക്കിയാൽ പ്ലാവിനടിയിലാണ് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോഴത്തേക്കും ഈ ഭാഗത്തായിട്ട് നമ്മുടെ ലിവിങ് സ്പേസ് വരും. ഇവിടെയായിട്ട് ഡൈനിങ് വരും. ഡൈനിങ്ങിൽ നിന്നും ഇവിടെ നിന്നും TV സുഖമായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു കോർണർ സോഫ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാർട്ടീഷനുമായി ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിൾ ഇടാം. ആ ഭാഗത്തായിട്ട് വാഷ് ഏരിയ വരും. കിച്ചൺ ഇങ്ങനെ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് വർക്ക് ഏരിയ കാണാം. ഇവിടെ നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാൻ സാധിക്കും. പിൻവശത്തേക്ക് ഇതുപോലെ തുണി നനയ്ക്കാനുള്ള സൗകര്യം, അത്യാവശ്യം പുറത്തിറങ്ങി നിൽക്കാവുന്ന രീതിയിൽ നല്ലൊരു ബാക്ക് യാർഡെന്ന് തന്നെ പറയാം. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. എല്ലാ റൂമുകളിലും ഇതുപോലെ കബോർഡ് കാണാൻ സാധിക്കും. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് ഒക്കെ വരുമ്പോൾ സെറ, അതുപോലെ ഷവർ യൂണിറ്റ് ഒക്കെ വരുന്നത് ജാഗ്വാർ, അങ്ങനെയുള്ള ഫിറ്റിങ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ സ്റ്റെയറിൻ്റെ അടിയിൽ ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് കാണാം. ഈ ബെഡ്റൂമിലായാലും കബോർഡ് കാര്യങ്ങളെല്ലാം സെയിം ആണ്. ഒരു 3 പാളിയിലെ കബോർഡുണ്ട്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം സിമിലറാണ്. സെറയും ജാഗ്വാറും തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ വലിയൊരു കോമൺ സ്പേസ് ആണുള്ളത് കേട്ടോ. ഇവിടെയായിട്ട് ഇനി ഒരു TV ഒക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കിട്ടും. നല്ല പ്രകാശമുണ്ട്. മേളത്തെ നിലയിലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസ് ഉണ്ട്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ കബോർഡെല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ആ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കൂടെ വരുന്നുണ്ട്. അല്ലാണ്ട് ഇതുപോലൊരു ഓപ്പൺ ടെറസ്, ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. മുൻവശത്ത് നമുക്ക് നല്ലൊരു ബാൽക്കണി സ്പേസും വരുന്നുണ്ട്. പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഡീലാക്കാവുന്നതാണ്. നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. തൊട്ടടുത്ത വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നാണ് പോയത്. കാരണം നമ്മുടെ പോത്തങ്കോട് ജംഗ്ഷന് തൊട്ടടുത്തായിട്ട് വരുന്ന പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ടെക്നോ പാർക്കിൻ്റെ ഫേസുകളിലേക്കൊക്കെ ഈസി ആക്സസ് ആണ്. ഇവിടെ നിന്ന് കഴക്കൂട്ടം കയറാനും ഇനി അതല്ല മംഗലപുരം സൈഡ് കയറാനും ഈസി ആക്സസ് വരുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ്. ഉദ്ദേശിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലാക്കാം.